നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് 2025 മാർച്ച് മാസം 29 തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഏഴര ശനി, കണ്ടകശനി, ജന്മശനി എന്നിവ അനുഭവിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ ശനിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശനിദോഷ പരിഹാരത്തിന് എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നു. കൊല്ലവർഷം 1200 മീനം 15 തീയതി, അതായത് 2025 മാർച്ച് 29 തീയതി ശനിയാഴ്ച ദിവസവും പ്രഥമതിഥിയും പുഴുക്കരണവും ശുക്ലപക്ഷവും രേവതി നക്ഷത്രവും ഒത്തുചേർന്ന ദിവസം അന്ന് രാത്രി 9:44 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ശനി ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിൽ പ്രവേശിക്കുവാൻ 2.5 വർഷം എടുക്കുന്നു. എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളെ പോലെയല്ല, ശനിയാണ് ജ്യോതിശാസ്ത്രപ്രകാരം ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ശനി മകരം, കുംഭം, തുലാം എന്നീ രാശികളിൽ നിന്നാൽ വിപരീത ഫലങ്ങൾ നൽകുന്നു. അതായത് മകരകുംഭങ്ങൾ ശനിയുടെ സ്വക്ഷേത്രമാണ്. ജാതകത്തിൽ ഈ രാശിയിലാണ് ശനി സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ശനിദശാകാലവും ഏഴര ശനി, കണ്ടകശനി എന്നീ കാലഘട്ടങ്ങളും ഒരു പരിധിവരെ ബാധിക്കാറില്ല. തുലാം രാശിയിലും ഈ ഫലങ്ങൾ ശനി നൽകുന്നു. ജ്യോതിശാസ്ത്രപ്രകാരം ദുഃഖത്തിൻ്റെ കാരകത്വവും ശനിക്കാണ്. ശനി ബലവാനായാൽ ദുഃഖം കുറയുകയും ബലഹീനനായാൽ ദുഃഖം കൂടുകയും ചെയ്യുന്നു. ഒരു വ്യക്തിക്കുണ്ടാകുന്ന വീഴ്ച, രോഗം, ദുഃഖം, കടം, ദുരിതം, വേർപാട്, മടി, അലസത, അന്യരെ ഉപദ്രവിക്കുക, ഏക്ഷണി എന്നിവയെല്ലാം ശനിദശയിലും ഏഴര ശനി, കണ്ടകശനി എന്നീ കാലഘട്ടങ്ങളിലും അനുഭവിക്കുന്നു. ശനി ജാതകത്തിൽ ശത്രുക്ഷേത്രസ്ഥിതനായാൽ ആ വ്യക്തിക്ക് പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ശനിയുടെ ശത്രുക്കൾ സൂര്യൻ, ചന്ദ്രൻ, കുജൻ ഇവരുടെ ക്ഷേത്രത്തിലോ ഇവരുടെ കൂടെയോ നിൽക്കുമ്പോൾ പലവിധമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് ജാതകത്തിലെ മറ്റു ദൃഷ്ടിയോ യോഗമോ ദശയോ കണക്കിലാക്കി വേണം വിലയിരുത്തുവാൻ. ശനിയുടെ നിറം കറുപ്പാണ്. പഞ്ചഭൂതങ്ങളിൽ വായുവായിട്ടാണ് ശനിയെ കാണുന്നത്. ഒരു നപുംസക ഗ്രഹമാണ് ശനി. ആൺ നപുംസക ഗ്രഹം എന്നും അറിയപ്പെടുന്നു. പലരും ശനിദശ എന്നാൽ ഭയത്തോടെയാണ് കാണുന്നത്. എല്ലാ ഗ്രഹങ്ങളും ജാതകത്തിൽ ബലഹീനന്മാരായി നിന്നാൽ അതാതു ദശ വരുമ്പോൾ അവർ കഷ്ടതകൾ അനുഭവിക്കും. എന്നാൽ ശനി അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ അനിഷ്ടഫലം തന്നെ ഉണ്ടാകും. ശനിയുടെ ഇഷ്ടരാശിയിലും വർഗോത്തമത്തിലും ബന്ധുക്ഷേത്രത്തിലും ഉച്ചക്ഷേത്രത്തിലും സമക്ഷേത്രത്തിലും സ്വക്ഷേത്രത്തിലും വക്രത്തിലും എന്നിവയിലെല്ലാം നിൽക്കുന്ന ശനി ശുഭഫലമാണ് നൽകുന്നത്. ജാതകത്തിൽ ശനി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ശനിദശയും ചാരവശാൽ ഏഴര ശനി, കണ്ടകശനി എന്നീ കാലഘട്ടമാണെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. പലവിധ ദുരിതങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. ഇവർ രാത്രികാല യാത്രകൾ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. രാത്രിയിൽ ശനിഗ്രഹത്തിന് ബലം കൂടിയ സമയമാണ്. 2025 മാർച്ച് 29 തീയതി ശനിമാറ്റമുണ്ടാകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയും കണ്ടകശനിയും നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിട്ടം അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ നക്ഷത്രം, കുംഭക്കൂറ് ഈ നക്ഷത്രക്കാർക്ക് ഏഴര ശനി കാലഘട്ടമാണ്. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി, മീനക്കൂറ് ഇവർക്ക് ജന്മശനിയും അശ്വതി, ഭരണി, കാർത്തിക കാൽ മേടക്കൂറ് ഇവർക്ക് ഏഴര ശനിയുടെ തുടക്ക കാലഘട്ടവുമാണ്. ആയതിനാൽ ഈ 1.5 വർഷം ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. തൊഴിൽ, ധനം, ആരോഗ്യം, വിദ്യ അങ്ങനെയുള്ള പല മേഖലയിലും ഉന്നതിയില്ലാത്ത അവസ്ഥ ഉണ്ടാകുവാൻ സാധ്യത വളരെ ഏറുന്നു. മീനം രാശിയിലുള്ള നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇവർക്ക്
ജന്മശനിയാണ്. ഈ കാലഘട്ടത്തിൽ പലതരം ദോഷങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും മനസമാധാനക്കുറവും ഉണ്ടാകും. കണ്ടകശനി ഏതൊക്കെ നക്ഷത്രക്കാർക്കെന്ന് അടുത്ത് മനസ്സിലാക്കാം. ലഗ്നം 4, 7, 10 എന്നീ രാശികൾ കേന്ദ്രരാശിയാണ്. ഇത് മനസ്സിലാക്കിയ ശേഷം ശനി രാശിചക്രത്തിൽ ഏത് രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാകുന്നു. ശേഷം നമ്മൾ ഏത് കൂറാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ചന്ദ്രൻ നിൽക്കുന്ന രാശി, അതാണ് നമ്മുടെ കൂറെന്ന് പറയുന്നത്. ആ രാശിയിലോ ആ രാശിയുടെ 7-ലോ ആ രാശിയുടെ 4-ലോ ആ രാശിയുടെ 10-ലോ ശനി സഞ്ചരിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് കണ്ടകശനി ഉണ്ടാകുന്നത്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ രാശിയും അതിൻ്റെ 4-ാം രാശിയും, അതായത് മിഥുനം രാശി, അതിൻ്റെ 7-ാം രാശിയായ കന്നി രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രക്കാർക്കും, അതുപോലെ അതിൻ്റെ 10-ാം രാശിയായ ധനുരാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രക്കാർക്കും 2.5 വർഷക്കാലമാണ് കണ്ടകശനി അനുഭവിക്കേണ്ടത്. കണ്ടകശനി മുള്ളു ശരീരത്തിൽ തറയ്ക്കുമ്പോൾ വേദനയുണ്ടാക്കുന്നത് പോലെ വേദനയുണ്ടാക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കണ്ടകശനി ഏതൊക്കെ നക്ഷത്രക്കാർക്ക് അനുഭവിക്കപ്പെടണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. മീനക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പൂരുരുട്ടാതി 4, ഉത്രട്ടാതി രേവതി, ഇവർക്ക് കണ്ടകശനിയോടൊപ്പം ജന്മശനിയും നിലനിൽക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനി ആയതിനാൽ ഉറക്കക്കുറവും തലകറക്കവും ദേഹത്തിന് ബലമില്ലായ്മയും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. അടുത്തത് മിഥുനക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മകയിരം അര, തിരുവാതിര, പുണർദം മുക്കാൽ, ഈ നക്ഷത്രക്കാർക്ക് കുടുംബസംബന്ധമായ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. മാതാവിന് അസുഖങ്ങൾ ഇടവിട്ടുണ്ടാകുവാനും വാഹനങ്ങളിൽ നിന്നുമുള്ള വീഴ്ചയുണ്ടാകുവാനും സാധ്യതയേറുന്നു. വസ്തുവഴക്ക്, വീടുപണി മുടങ്ങുക എന്നിവയെല്ലാം ഉണ്ടാകുന്നു. കൈക്ക് ഒടിവ്, ചതവ് എന്നിവയും ഉണ്ടാകുന്നു. കന്നിക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്രം മുക്കാൽ, അത്തം, ചിത്രയുടെ അര, ഈ നക്ഷത്രക്കാർക്ക് യാത്രാ തടസ്സങ്ങൾ, വിവാഹങ്ങൾക്ക് മുടക്കം, വഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അടി വഴക്കും ഉണ്ടാകുന്നതിനും ഇടയുണ്ടാകുന്നു. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം കാൽ, തൊഴിലിൽ പരാജയവും തൊഴിലിൽ നിന്നും പിരിച്ചുവിടുവാനുള്ള സാധ്യതയും ധനസംബന്ധമായ പല കാര്യങ്ങളിലും ഉയർച്ചയില്ലായ്മ എന്നിവയും നേരിടേണ്ടതായി വരും. ഈ നക്ഷത്രക്കാർക്ക് പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനവും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനവും ഹനുമാന് വടമാലയും വെറ്റിലമാലയും സമർപ്പിക്കുക. കാക്കയ്ക്ക് ചോറ് കൊടുക്കുക. നീലവസ്ത്രങ്ങൾ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക. ശബരിമല ദർശനവും നടത്തുന്നത് ഉത്തമമാകുന്നു.